നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു നിർണായക ദിവസമാണ്. നവീൻ ബാബു അവസാനമായി സഞ്ചരിച്ച പാതയിലുള്ള CCTV ദൃശ്യങ്ങൾ, മുനീശ്വരൻ ക്ഷേത്രത്തിന് വന്നതിന് ശേഷം അതിനു മുൻപുമുള്ള CCTV ദൃശ്യങ്ങൾ, കളക്ടറുടെയും ദിവ്യയുടെയും ഒക്കെയുള്ള ഇവരുടെ എല്ലാവരുടെയും ഫോൺ സംഭാഷണങ്ങൾ, ഇവയെല്ലാം തന്നെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ നൽകിയ ഹർജി ഇന്ന് വാദം കേട്ട് വിധി പറയുകയാണ് കോടതി. ADM നവീൻ ബാബു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാത്ത ആളായിരുന്നു എന്ന് തന്നെയാണ് പൊതുവെ റവന്യൂ വൃത്തങ്ങളിലെ ധാരണ. ആ ധാരണ തെറ്റിച്ചുകൊണ്ടാണ് പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകി TV പ്രശാന്ത് ADM 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ആദ്യമായി പുറത്തുവരുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയും ഈ ആരോപണം ഏറ്റുപിടിച്ചാണ് യാത്രയപ്പ് യോഗത്തിനെത്തി നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിച്ചത്, അല്ലെങ്കിൽ പരസ്യമായി വലിച്ചുകീറിയത് എന്ന് വേണമെങ്കിൽ പറയാം. താൻ ഒരു തെറ്റും ചെയ്യാതെ മിണ്ടാതെ അതെല്ലാം കേട്ടു നിൽക്കേണ്ടി വന്ന ഗതികേടിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും. ചിലരുണ്ട് താൻ ചെയ്യാത്ത കാര്യങ്ങൾ തന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ ആ നിമിഷം തന്നെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. ആ നിമിഷം തന്നെ പൊതുവേദിയിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഇറങ്ങി പോകുന്ന അത്തരത്തിൽ പ്രതികരണം നടത്തുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചിലരുണ്ട്, നവീൻ ബാബുവിനെ പോലെയുള്ള ആളുകൾ ചിലരുണ്ട്, നമ്മൾ ചെയ്യാത്തൊരു തെറ്റ് നമ്മുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ പോലും അവർ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാതെ ഒന്ന് അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുന്ന, ഒന്ന് പകച്ചു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. സത്യത്തിൽ നവീൻ ബാബുവും അത്രക്കാരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ആ നിമിഷം പ്രതികരിച്ചേനെ എന്നുള്ള കാര്യമുണ്ട്. മാത്രമല്ല, തന്റെ ഉയർന്ന പോസ്റ്റിൽ പദവിയിലുള്ള കളക്ടർ തന്റെ വേദിയോടൊപ്പം നിൽക്കുകയാണ്. മാത്രമല്ല, താൻ അത്രയും ദിവസം വർക്ക് ചെയ്തൊരു സ്ഥാപനത്തിൽ നിന്നുള്ള സെൻഡ് ഓഫ് ആണ്. ആ രംഗം വഷളാക്കണ്ട എന്ന് കരുതിയിട്ടാവാം പാവം മനുഷ്യർ ഒന്നും മിണ്ടാതെ എല്ലാം ഉള്ളിൽ ഒതുക്കിയത്. അതിനുശേഷം അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ പലരും ഗൂഢമായി ശ്രമിച്ചതിന്റെ തെളിവായിരിക്കാം അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തതും. എന്തായാലും ഈ ഒരു ഘട്ടത്തിലെ ഇതൊക്കെ തന്നെ വ്യാജമായ കഥകളാണ് എന്നും എല്ലാം തന്നെ ഒരു ചീട്ട് കൊട്ടാരം പോലെ കെട്ടിപ്പൊക്കി വന്നതിനെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തവിടുപൊടിയാക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വ്യാജ കഥയാണ് എന്ന് ADMന്റെ കുടുംബം പലകുറി ആവർത്തിച്ചിരുന്നു. ഇപ്പോൾ വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് വരുമ്പോൾ TV പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയതിന് തെളിവില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഒരു ടെലിവിഷൻ ചാനലാണ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിന്റെ മൊഴിയല്ലാതെ മറ്റു തെളിവുകളൊന്നും തന്നെയില്ല. തെളിവ് ഹാജരാക്കുവാനും പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെല്ല് SP ആണ് അന്വേഷണം നടത്തിയത്. എന്നാൽ പ്രശാന്തിന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളും ദൃശ്യങ്ങളും ഉണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട്. സ്വർണം പണയം വെച്ചത് മുതൽ ADMന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള മൊഴികളിൽ തെളിവുകളുണ്ട്. എന്നാൽ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയ ശേഷം എന്ത് സംഭവിച്ചു, എന്തിന് എന്നുള്ളതിനൊന്നും തന്നെ തെളിവുകളില്ല. ഒക്ടോബർ 5-ന് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്ത് കൈമാറി. ഒക്ടോബർ 6-ന് പ്രശാന്തും നവീൻ ബാബും 4 തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ വിളികൾക്കൊടുവിലാണ് ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ച നടന്നത്. ഒക്ടോബർ 8-ന് പെട്രോൾ പമ്പിന് NOC ലഭിച്ചു. കൈക്കൂലി കൊടുത്തു എന്ന കാര്യം ഒക്ടോബർ 10-നാണ് വിജിലൻസിനെ അറിയിക്കുന്നത്. പ്രശാന്തിന്റെ ബന്ധുവാണ് കണ്ണൂർ വിജിലൻസ് DYSPയെ വിളിച്ചു പറഞ്ഞത്. ഒക്ടോബർ 14-ന് വിജിലൻസ് CI പ്രശാന്തിന്റെ മൊഴിയെടുത്തു. അന്ന് വൈകിട്ടായിരുന്നു വിവാദമായ യാത്രയപ്പ് യോഗവും. വിജിലൻസ് DYSPക്ക് അന്ന് തന്നെ റിപ്പോർട്ട് നൽകി. പ്രശാന്തിന്റെ മൊഴിയെടുത്ത കാര്യം നവീൻ ബാബുവിനോട് പറഞ്ഞിട്ടില്ല എന്ന് വിജിലൻസ് അറിയിച്ചിരുന്നു. പിറ്റേന്ന് ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിന് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കൈക്കൂലി കൊടുത്തു എന്ന വെളിപ്പെടുത്തലിൽ പ്രശാന്തിനെതിരെ കേസെടുക്കുവാനും വകുപ്പില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത്. അക്കാര്യമാണ് വിജിലൻസ് റിപ്പോർട്ട് ശരിവെക്കുന്നത്. പെട്രോൾ പമ്പിന് NIC നൽകിയത് നിയമപരമാണ് എന്നും ഫയൽ ബോധപൂർവം വൈകിപ്പിച്ചതിനോ കൈക്കൂലി വാങ്ങിയതിനോ തെളിവില്ല എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ കണ്ടെത്തൽ. പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ ബോധപൂർവം ഫയൽ വൈകിപ്പിച്ചു, NOC നൽകുന്നതിന് കൈക്കൂലി വാങ്ങി എന്നിവയായിരുന്നു നവീൻ ബാബുവിനെതിരായ ആരോപണങ്ങൾ. എന്നാൽ ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുമില്ല. എന്തായാലും ഇന്ന് ഈ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവയുടെ അത് പരിശോധിക്കണം, അല്ലെങ്കിൽ അത് സംരക്ഷിക്കണമെന്ന മഞ്ജുഷയുടെ ആവശ്യം കോടതി പരിഗണിക്കുന്നുണ്ട്. എന്തായിരിക്കും കോടതിയുടെ ഈ ഘട്ടത്തിലെ വെളിപ്പെടുത്തൽ നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് ബന്ധു സംസാരിച്ചപ്പോൾ ഞങ്ങൾ പലകുറി ആവർത്തിച്ച കാര്യം തന്നെയല്ലേ ഇത് എന്ന ചോദ്യമായിരുന്നു ഉണ്ടായത്. അതായത് നവീൻ ബാബു അത്തരത്തിലൊരു കൈക്കൂലി വാങ്ങുന്ന വ്യക്തിയല്ല എന്ന് 100% ഉറപ്പ് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ സത്യമാകുന്ന സാഹചര്യം എന്ന് വ്യക്തമാവുകയാണ് ഒരിക്കൽ കൂടി.